സ്റ്റേറ്റ് ഗവൺമെൻറ് രജിസ്ട്രേഷൻ, അതായത് നമ്മൾ ഈ ഗ്രൂപ്പ്സിൽ രജിസ്ട്രേഷൻ ഉള്ളൊരു ഫോം എങ്ങനെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഈ ഗ്രൂപ്പ്സിൻ്റെ പോർട്ടലിൽ നമ്മളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യണം. അതിൽ നമുക്കിവിടെ കാണാം പല പല ടാബുകളുണ്ട്. അതിൽ ഫേം ഫയലിംഗ് ഡീറ്റെയിൽസ്, അറ്റാച്ചിങ് ഓഫീസർ അല്ല, ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുള്ള ടാബിൻ്റെ അടിയിൽ നമുക്കിവിടെ കാണാം ഡിസൊല്യൂഷൻ ഓഫ് ഫോം വി. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഫോമിൽ ഫില്ല് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം അത് വരും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഫോമാണ്. ഇതിൽ ഡീറ്റെയിൽസ് ഒന്നും ഫില്ല് ചെയ്യാനില്ല. നമ്മൾ റീസൺ എൻ്റർ ചെയ്യണം. മേ ബി നമുക്ക് ഡ്യൂ ടു ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കൊടുത്താലും മതി. അത് എൻ്റർ ചെയ്ത് കഴിയുക. അതേപോലെ ഡേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ, എന്നാണ് ഫേം ഇല്ലാണ്ടായതെന്നുള്ള ഡേറ്റും കൊടുക്കുക. അപ്ലോഡ് ഫയൽ, അറ്റാച്ച്മെൻറ്റ് ഒന്നും വേണമെന്ന് മാൻഡേറ്ററി ഇല്ല. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം അവിടെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ് കൊടുത്താൽ, അപ്പോൾ ഒറിജിനൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. 1000 രൂപയാണ് എൻ്റെ ഫീസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫീസിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ 1000 രൂപ ഓൺലൈൻ ഇ പേയ്മെൻറ്റിലൂടെ ചെയ്യണം. നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മളിപ്പം ഇവിടെ പേ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇ പേയ്മെൻറ്റ്, അതായത് കേരള ഗവൺമെൻറ് ഇ ട്രഷറി സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആവും. അപ്പോൾ നമ്മൾ ഇ ട്രഷറിയുടെ സൈറ്റിലെത്തി. ഇവിടെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കേണ്ടത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അത് ലോഡായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്ട്രിക്റ്റ് കിട്ടും. നമ്മൾ ഈ ഗ്രൂപ്പ്സിൻ്റെ ആയതുകൊണ്ട് എല്ലാം ട്രിവാൻഡ്രമാണ് സെലക്ട് ചെയ്യേണ്ടത്. ഏത് ജില്ലയിലാണ് നമ്മുടെ പാർട്ട്ണർഷിപ്പെങ്കിലും ട്രിവാൻഡ്രം കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രേഷൻ സെലക്ട് ചെയ്യണം. ഈ ഇൻസ്ട്രക്ഷൻ എല്ലാം അപ്പുറത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇനി രജിസ്ട്രേഷൻ ഹെഡ് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ആക്ട്. അപ്പോൾ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്. എമൗണ്ട് നമ്മൾ മാനുവൽ എൻ്റർ ചെയ്യണം. അപ്പം 1000 ആണ് നമ്മളവിടെ കണ്ട എമൗണ്ട്. അപ്പോൾ 1000 ഇവിടെ എൻ്റർ ചെയ്യുക. ഇവിടെ പേര് എൻ്റർ ചെയ്യുമ്പോൾ പാർട്ണർഷിപ്പിൻ്റെ പേരോ അല്ലെങ്കിൽ പാർട്ണറുടെ പേരോ എൻ്റർ ചെയ്യാൻ എപ്പോഴും ഓർക്കണം. വേറെ പേര് എൻ്റർ ചെയ്താൽ റിജക്ട് ചെയ്യാൻ ചാൻസ് വരും. നമുക്കിത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പേയ്മെൻ്റ് എല്ലാം ചെയ്യാം. പേയ്മെൻ്റ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് GRN നമ്പർ കിട്ടും. ആ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്യുക, പേയ്മെൻറ്റ് സ്റ്റാറ്റസ് സക്സസ് കൊടുക്കുക, സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ മൊത്തത്തിലുള്ള പ്രൊസീജിയർ. അപ്പം ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് നമ്മൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും ക്യാൻസൽ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് ലോഗിൻ ചെയ്തതിന് മുമ്പ് തന്നെ ഫേം രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എന്നുണ്ട്. നമ്മൾ ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പാർട്ണർഷിപ്പിൻ്റെ പേരാണ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ സെർച്ച് ചെയ്ത് റിസൾട്ട് വരും. ഇപ്പോൾ ഇതിൽ നമുക്ക് വെറുതെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫേം രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് കാണാം. ആപ്ലിക്കേഷൻ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് ആണെന്നാണ്. അപ്പോൾ ക്യാൻസലായി കഴിയുമ്പോൾ ക്യാൻസലായി എന്നുള്ള സ്റ്റാറ്റസ് നമുക്കിവിടെ കാണാൻ പറ്റും.